ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നേക്ക് വീഡിയോ വേറൊന്നല്ല, ഡെയിലി റൊട്ടീൻ വീഡിയോ തന്നെയാണ്. ഇപ്പോൾ ഞങ്ങൾ രാവിലെ നേരത്തിൽ ഞാൻ ചേച്ചിയും കൂടിയിട്ട് കുട്ടിൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആവി പിടിക്കാൻ. അപ്പോൾ നമ്മുടെ പള്ളിമുക്കിൽ സഹായ ഹോസ്പിറ്റലുണ്ട്, ശരി അങ്ങോട്ട് പോകാറുണ്ട്. ഞാൻ വണ്ടി എടുത്തത് ആ പള്ളിമുക്ക തന്നെ, ഞങ്ങൾ വീട്ടിനടുത്ത് പള്ളിമുക്ക തന്നെ. കുട്ടികളൊക്കെ ക്ലാസ് എടുക്കാൻ തിരക്കണം തോന്നുന്നു. ഇതെൻ്റെ കൂട്ടുകാരെ അറിയാം, ടോപ്പിക്സ് പള്ളിമുക്ക് ജംഗ്ഷനിൻ്റെ അടുത്ത് തന്നെയാണ് സഹായ ഹോസ്പിറ്റൽ. പക്ഷേ അപ്പോൾ അവിടെ പോയി നേരെ പോയി ഞാനും ചേച്ചിയും കൂടി നേരെ പോയി കുട്ടിക്ക് ആവി പിടിച്ചിട്ട് വരാറുണ്ട്. വലിയ കുട്ടീനെ ഞങ്ങൾ സ്കൂളിൽ കൊണ്ട് വിട്ടു, ചിന്മയിൽ കൊണ്ട് വിട്ടു. ചെറിയ കുട്ടീനെ പോയിട്ട് വന്നാൽ പിന്നെ എൻ്റെ വർക്കിന് പോകാൻ. അപ്പോൾ ഞാൻ പള്ളിമുക്ക് ജംഗ്ഷൻ എത്തിയപ്പോൾ ചെറിയ ബ്ലോക്ക്. ചേച്ചി ഇതാ ബാക്കിൽ അളിനെ വിട്ടിട്ട് ആളിനെ വെച്ച് കാശ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പാവം. വെറുതെ ചെലവിന് 2000 ചോദിക്കണല്ലേ പാവം. പള്ളിമുക്ക് ജംഗ്ഷൻ നേരെ നമുക്ക് ചിറ്റൂർ റോഡിലേക്ക് ക്ലാസ്സിൽ പോകാൻ നിൽക്കണം. പള്ളിമുക്ക് ജംഗ്ഷൻ നേരെ അവിടെ കുറച്ചടുത്ത് തന്നെയാണ് ഹോസ്പിറ്റലിൽ. എന്ത് ചേച്ചി പറഞ്ഞ എത്ര പേര്? ഓ അപ്പൊ ഞാനും വാങ്ങിച്ചോട്ടെ ചെലവിന് കാശ്. ഇതങ്ങനെ ഞങ്ങൾ സഹായ മെഡിക്കലെത്തി. സഹായ മെഡിക്കലെത്തി. ആഴ്ചവനാണ് ആവി പിടിച്ചോണ്ടിരിക്കും. അമ്മക്കാരെ ആവി പിടിച്ചു കൊടുത്തോണ്ടിരിക്കാം. അത് ചാപ്പിടത്ത് കിട്ടിയത് സഹായ മെഡിക്കലിൻ്റെ പരിപാടി കഴിഞ്ഞ് ആയി പിടിച്ച് കഴിഞ്ഞു. അപ്പം ഞാനും ചേച്ചിയും കുട്ടിയും കൂടിയിട്ട് തിരിച്ച് വീട്ടിൽ പോട്ടെ. ലൈറ്റായിട്ടുണ്ട് പോവാ. തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു വീട്ടിലോട്ട്. കഴിഞ്ഞു നേരം ഒരു 10-15 മിനിറ്റ് ഉണ്ട് ഞാൻ ആയി പിടിക്കും. കാലത്തഞ്ച് സ്കൂൾ പിള്ളേരുടെ തിരക്ക് കയറുന്നു. കുഞ്ഞു ബ്ലോക്ക്, ഇച്ചിരി ബ്ലോക്ക്. വീട്ടിലേക്ക് അതിൽ കൂടെയും പോകാൻ ചെയ്തിട്ടുണ്ട്. 2 വഴി കൂടെയും പോകും. അതിൽ കൂടെ കുറച്ച് റോഡ് അടിപൊളിയായിരുന്നു. എന്നാൽ ഈ റോഡ് വന്നിട്ട് നേരത്തെ കറവള്ള റോഡായിരുന്നു. ഇപ്പം ഒത്തിരി കുഴപ്പമില്ല, അത്യാവശ്യം വൃത്തിയാക്കി റോഡ്. നേരത്തെ ഒക്കെ അതിൽ കൂടെ ആയിരുന്നു പോവാം. ഞാൻ എന്നെ കൊണ്ട് വരണ്ടാ പറഞ്ഞു ഒരു ആനക്കാ. എത്ര മണിക്ക് പോയി നീ ജിമ്മിലേക്ക് വരാ? ആരൊക്കെ? അതാണ് പാത്തേ. പിന്നെ നന്നായി. ഒരു വാക്ക് വിളിച്ചാ പരാട്ടിനെ നല്ല കോലമായി. അതുകൊണ്ടാണ് ഞാൻ വരാണ്ടിരുന്നത്. നീ ഇന്ന് വൈകുന്നേരത്തെ വരണമാണ് ദർശി. ദർശി ഇന്ന് മുതൽ വർക്കൗട്ടിന് വരുന്നു പറഞ്ഞപ്പോ വൈകുന്നേരത്ത് അനേച്ചേച്ചി വിളിച്ച് വരാൻ പറയണ്ടായിരുന്നു. അതന്നെ ഞാൻ പറഞ്ഞു കേക്കണ്ടേ. അതിന് ചേച്ചി ഇപ്പൊ വരില്ലടാ. ചേച്ചി അപ്പൊ ഇനി 2-3 മാസം കഴിഞ്ഞിട്ട് വരും. അപ്പോഴേക്കും വേനൽക്കാലം കഴിയും. ചേച്ചി ബൈ. നാളെ ഉണ്ടാവും. നാളെ ഞാൻ 5 മണിക്ക് വിളിച്ചുവിടാം. എൻ്റെ ജിമ്മിൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു ആ പുള്ളിനെ ഇറക്കി വിട്ടു. ചേച്ചിക്ക് വണ്ണം കമ്മിയാണത്. ഇവിടെ എത്താനായി. നമ്മളോട് തമിഴിലാണ് ക്ലാസ്സിൽ പോകുന്നത്.
ഗായ്സ്, അപ്പോൾ ഇതാ കുറച്ച് ഷാമ്പു വാങ്ങി. നമ്മുടെ ഉറുപ്പിൻ്റെ ക്ലീനിങ് പ്ലസ് ഒന്നല്ലേ കാറ് കഴുകാൻ അടിപൊളി ഷാമ്പു. നമ്മൾ ക്ലീനിങ് പ്ലസ് ഷാമ്പു, ഒരു ഷാമ്പു. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഇനിയൊരു വഴി കൊണ്ട് പോകാൻ പറ്റും. ആ റോഡ് കൊണ്ട് കാണിച്ചു തരാം. അത്യാവശ്യം പാടങ്ങളുടെ സൈഡിലൂടെ ഇപ്പോൾ ഇവിടുന്ന് വണ്ടി എടുത്ത് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല. ഒരു സെക്കൻഡ്, ബെൽറ്റ് ഇട്ട് സീറ്റ് ബെൽറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടു സെറ്റ്. അപ്പോൾ നമുക്ക് നേരെ എൻ്റെ വീട്ടിലേക്ക് വേണം വഴി കാണിച്ചു തരാം. ഒരു ചെറിയൊരു പാടങ്ങളുടെ സൈഡിലൂടെ. എ സി ഇട്ട് ചൂട് അടിക്കുന്നു. നമ്മുടെ വണ്ടി പിന്നെ എ സി ഇല്ലാണ്ട് ചീനേ ഇല്ല. എவ்வளோ വെയിൽ இருந்தாலும் പരവായില്ല. അന്ന് ഈ സൈഡ് ലൈറ്റ് കൂളിംഗ് ഒട്ടിച്ചിട്ടുണ്ട്. അത് കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത്, എനിക്കറിയില്ല കറക്റ്റായിട്ട്. ഒരുപാട് ഡാർക്ക് ഒട്ടിച്ചാലും സീനുള്ളൂ. ലൈറ്റാണ് കണ്ടില്ലേ, എനിക്ക് അപ്പുറത്തുള്ള വിഷുവിലൊക്കെ കാണുന്നുണ്ട്. ലൈറ്റ് കൂളിംഗാണ്. കൂളിംഗ് ഗ്ലാസ് ഇല്ലാണ്ട് എ സി ഇട്ടാൽ അറിയില്ല. ഉച്ചനേരത്തേക്ക് എ സി ഇട്ട് കഴിഞ്ഞാൽ കൂളിംഗ് ആവില്ലേ വണ്ടിയിലുണ്ട്. എപ്പോഴും ഹീറ്റ് അടിച്ചോണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ലൈറ്റ് കൂളിംഗ് അടിച്ചത്. ഇത് അടിച്ചപ്പോൾ അത്യാവശ്യം നല്ല കൂളിംഗ്, നല്ല ഉച്ചയാണെങ്കിലും ഫ്രണ്ടിൽ നിന്നുള്ള ഡയറക്റ്റ് സൺലൈറ്റ് വന്നിട്ട് സൈഡിൽ അത്ര ഹീറ്റ് ഉണ്ടാവില്ല. ഹീറ്റ് ഉള്ളിലോട്ട് വരില്ല. ആറാമ്പടം എത്താനായി. ഇവിടെ നിന്ന് ഒരു ഐ തിങ്ക് റൈറ്റിലോട്ട് ഒരു പാടങ്ങളുടെ സൈഡിൽ വേറെ വല്ല വൈബാണ്. വലിയ കുഴപ്പമാണ്. നിങ്ങൾ മറ്റേ വലിയ പാലത്തേക്ക് വരുമ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അതിൽ കൂടെ വരേണ്ട ഈ ഒരു വഴി കൊണ്ട് വന്നു. അത്യാവശ്യം ടൂ വീലർ ഓഫ് റോഡൊക്കെ ചെറുതായിട്ട്, നമ്മൾ അത്ര വലിയ ഓഫ് റോഡൊന്നും ഇല്ല, ചെറിയൊരു ഓഫ് റോഡ് പ്രതീക്ഷിക്കുന്നത് മാത്രം ഈ റോഡ്. പിന്നെ അത്യാവശ്യം ഫോട്ടോ ഫ്രെയിമുള്ള സ്ഥലമാണ് ഇവിടെ. അല്ലേ, ഈ സൈഡിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളിയാണ്. ഇത് ഇവിടുത്തെ ഒരു പോലീസുകാരൻ്റെ വീടാണ്. പുള്ളിക്കാരൻ ചെയ്ത് വെച്ചാൽ മതി ഈ ഇങ്ങനത്തെ ഉള്ളതൊക്കെ, ചെടികൾ കാര്യങ്ങളൊക്കെ. വരുന്നവർ ഇതിയെ കൂടി ഒന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇല്ലെങ്കിൽ നമുക്ക് പാലത്തിന് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ ട്രൈപോഡിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വരുമ്പോൾ ലെഫ്റ്റിക്ക് കട്ട് ചെയ്തില്ലേ, ആ റോഡിലൂടെ നേരെ വന്നാൽ നേരെ ഈ എൻ്റെ അടുത്ത് അടിപൊളി സ്ഥലമാണ്. ഞാൻ കുട്ടിക്കാലമായിരിക്കുമ്പോൾ കുറേ പ്രാവശ്യം ഇതിൽ ഓടി ചാടി കളിച്ചു. പിന്നെ ഇവിടെ ഒരു കനാലുണ്ട്. ആ കനാലിൽ ഞങ്ങൾ മീൻ പിടിക്കാനൊക്കെ വരും പിള്ളേരെല്ലാവരും കൂടി. അതായത് മറ്റേ കടകെട്ടിയിട്ട് വെള്ളം മൊത്തം തെറിയിട്ട് മീൻ പിടിക്കും. ഇതിലൂടെയൊക്കെ വരുമ്പോൾ അങ്ങനത്തെ ഓർമ്മയെ വരുന്നത്. നല്ല കട്ട ഓഫ് റോഡാണ് കേട്ടോ. വണ്ടി കിടന്ന് ആടുന്നുണ്ട്. നമ്മുടെ ഫോണ് അത്യാവശ്യം കുറച്ച് സ്റ്റെബിലൈസേഷൻ ഉള്ളതുകൊണ്ടാണ് അത് അറിയാണ്ടിരിക്കുന്നത്. എന്നാൽ വണ്ടി നല്ല വലിപ്പം കൂടിയുണ്ട്. ഡാർക്ക് റോഡ് അടിപൊളിയാണ്. ഈ സൈഡിൽ എങ്ങോട്ട് നോക്കിയാലും വ്യൂ ആണ്, അടിപൊളി വ്യൂ ആണ് ഈ സൈഡിൽ. നേരത്തെ വിട്ടപ്പോൾ അധികം ആൾക്കാരൊന്നും ഇരിക്കാണ്ടിരുന്നതാണ്. ഈ ഭാഗത്ത് ആദ്യം ആൾക്കാർ സ്ഥലം വാങ്ങുക വീട് ഇട്ട് ഇരിക്കൊന്നും ചെയ്യലായിരുന്നു. അന്നപ്പോൾ അത്യാവശ്യം ഇവിടെ പോസ്റ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല. നേരത്തെ ഈ റോഡൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൊററായിട്ടുള്ള റോഡാണ്. നമ്മുടെ അടുത്ത് അധികം ആൾക്കാർ ഈ റോഡിലോട്ട് വരികയോ പോകുകയോ ഒന്നും ചെയ്യില്ല. ഒരു 7 മണിക്ക് ശേഷം ഈ റോഡിൽ ഒരു മനുഷ്യൻ വരില്ല. 7 മണി 8 മണി കഴിഞ്ഞാൽ ഒരൊറ്റ ആൾ പോലും ഇതിൽ കൂടെ നടന്നാലും വണ്ടിയിൽ പോലും വരില്ല. എന്താണ് കുറേ മിസ്റ്റീരിയസ് നിറഞ്ഞ സ്ഥലമായിരുന്നത് പണ്ട് കേട്ടോ. ഈ ലൈറ്റ് ഈ പോസ്റ്റിന് വരാത്ത മുമ്പ്. അപ്പോൾ ഇപ്പോഴത്തെ സൈഡ് ഫുള്ളും വീടുകൾ കാര്യങ്ങളൊന്നുമില്ല. വീടുകൾ ഇപ്പോഴും ഇല്ല. അവിടെ ഫുള്ള് കാടായിരുന്നു. പിന്നെ പോസ്റ്റും ഇല്ല, ലൈറ്റും ഇല്ല. അപ്പോൾ ഇതിൽ കൂടെ വരുമ്പോഴേ എല്ലാവർക്കും പേടി. ഞങ്ങളൊന്നും ആ ഒരു 7 മണി കഴിഞ്ഞാൽ ആ പാലത്തിൻ്റെ അടുത്ത കനാലിൻ്റെ അടുക്ക് വരികയില്ല. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം രാത്രി 12 മണിയായാലും 1 മണിയായാലും പിള്ളേർ അവിടെ നിൽക്കുന്നുണ്ടാവും. 1 മണിക്ക് ഈ റോഡിലൂടെ പിള്ളേർ റോഡ് സൈഡ് ഇരിക്കുന്നുണ്ടാവും. ഒരു ഈവനിങ് ടൈമിൽ ഒരു 4-4:30 5 മണിയാകുമ്പോൾ സൺസെറ്റ് വൈബ് പിടിക്കാൻ വേണ്ടിയിട്ട് കുറേ അവിടെ നിന്ന് പിള്ളേർ വരും, ചേച്ചിമാർ വരും, ഫാമിലീസ് വരും. അവർ വന്നൊരു 7-8 മണി വരെ സുഖമായിട്ട് ഇവിടെ ഇരുന്നിട്ട് പോകും. നമുക്കിവിടെ അത്ര അടുത്തായതുകൊണ്ടാണ് നമ്മളിവിടെ അത്ര ഇതില്ലാണ്ടിരിക്കുന്നത്. എന്നാലും ഞാൻ ഇടയ്ക്കിടെ വരും. എനിക്ക് വീഡിയോ എടുക്കാനായാലും ശരി, ഞാൻ വെറുതെ ഇരിക്കുമ്പോഴും ശരി, ഞാൻ വണ്ടി എടുത്ത് ഈ റോഡിലൂടെ കയറി വരും. എനിക്ക് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമല്ലേ. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിൽ ഞാൻ ഈ വണ്ടി എടുത്ത് ഈ റോഡും എല്ലാ റോഡും കറങ്ങിയിട്ടുണ്ട്. അടിപൊളി വൈബായിട്ട് സ്ഥലം. ഇവിടെ ഈ ഭാഗം കൊയ്ത് കഴിഞ്ഞു. ഇല്ലെങ്കിൽ ഒരു ജനുവരി ആ ടൈമിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ 2 സൈഡും പച്ച ചെയ്യുന്നുണ്ടാവും. പഞ്ച നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും. പിന്നെ ഇവിടുത്തെ കാണുന്ന ഷെഡൊക്കെ ഇപ്പോൾ വന്ന കേട്ടോ. ഒരു 2-3 കൊല്ലം മുമ്പ് വന്നതാണ്. അതിന് മുമ്പ് ഷെഡ് കാര്യങ്ങളൊന്നുമില്ല.
ഓഫ് റോഡ് 800 കൊണ്ട് വരുന്ന ഓഫ് റോഡ്. വലിയ വണ്ടി കൊണ്ട് വരാനുള്ള ഓഫ് റോഡൊന്നുമില്ല. ഇവിടുത്തെ എല്ലാ പഞ്ചറും കൊയ്ത് കഴിഞ്ഞു. ഇനി വന്നിട്ട് നമ്മുടെ പാലത്തിലോട്ടേക്കുള്ള ആൾക്കാരുടെ വരവ് എന്തായാലും കമ്മിയായിരിക്കും. അതായത് പഞ്ചകളൊക്കെ കൊയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോ ഫ്രെയിം കൊണ്ട് പോകും നമ്മുടെ നേരത്തെ ഇല്ലെങ്കിലൊക്കെ ഈ നമ്മൾ പഞ്ചുള്ള ടൈമിലൊക്കെ കാണണം. പാലത്തിന് പോകുന്നത് 2 സൈഡും പച്ച കളറ് പല ചെയ്യുന്നുണ്ട്. നടുക്കൂടെ പാലും വേറെ ലെവല് വൈബാണ്. ഇപ്പം എല്ലാ പഞ്ചകളും കൊയ്യാനായി, അതായത് പഴുത്തുമല്ല. നേരത്തെ പണ്ട് പറയുന്നത് അവിടെ വീടുകളൊന്നുമില്ല കേട്ടോ. ആ ഭാഗത്തില്ലേ, അവിടെ വീടുകളൊന്നും ഉണ്ടാവില്ല. ഫുള്ള് കാടായിരുന്നു അവിടെ. നമ്മൾ അന്ന് ട്രൈപോഡ് എടുക്കുമ്പോൾ ഈ റൂട്ടിലാണ് വന്നത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്, ഓർമ്മയില്ലേ? പിന്നെ ഗൈസ്, നമ്മുടെ വീഡിയോ മറക്കാണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. ഷെയർ ചെയ്യണം, മാക്സിമം ഷെയറും ലൈക്കും. അതാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾ ഓരോ തരുന്ന ലൈക്കും എനിക്ക് അടുത്തടുത്ത് വീഡിയോ ഇടാനുള്ള ഒരു മോട്ടിവേഷനാണ്. ഞാൻ ഇന്നത്തെ വീഡിയോ വെറുതെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ടു എന്നല്ല അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നേരെ അങ്ങോട്ട് പാലത്തേക്കും പോകാൻ പറ്റും, ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ വീട്ടിലോട്ടും. നമുക്ക് ഇപ്പോൾ വീട്ടിലേക്ക് പോവാം. മരുന്ന് കഴിച്ചില്ല കേട്ടോ. എനിക്ക് മരുന്ന് കഴിക്കുന്ന ഇഷ്ടമല്ല. മരുന്ന് കഴിക്കുന്നതോട് ഞാൻ താല്പര്യമില്ല. എൻ്റെ ശരീരത്തിൽ എന്തൊരു പ്രശ്നമായിട്ടും തനിയെ റെഡിയാകുമെന്നൊരു വിശ്വാസത്തിൽ നടക്കാം. പനി വന്നാലും ഞാൻ അധികം ഹോസ്പിറ്റലൊന്നും പോകാൻ നിൽക്കില്ല. ഒരു 4 ദിവസം കഴിഞ്ഞ് തനിയെ മാറുന്നുണ്ട് വെയിറ്റ് ചെയ്യും. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ധൃതിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അങ്ങനെ എൻ്റെ വീടെത്താനായി. ഞാൻ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് അവിടെ നടന്നു പോകണം. ആക്ച്വലി എൻ്റെ വീടിൻ്റെ അവിടെ സ്ഥലമില്ല വണ്ടി പാർക്ക് ചെയ്യാൻ. അപ്പോൾ ഞാൻ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു അമ്പലമുണ്ട്, ഒരു ഉച്ചമാളിക്കടമുണ്ട്. ഉച്ചമാകളി അമ്പലം വായിൽ വരുന്നില്ല. അപ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് സ്ഥലമുണ്ട്. അവിടെയാണ് എൻ്റെ കാറ് നിർത്തി. കേബിളിൻ്റെ വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ടാക്കുക. പ്ലസ് ഈ വണ്ടി ഞാൻ അവിടെ തന്നെ നിർത്തണം. ഇതാണ് നമുക്ക് അമ്പലം. ഇവിടെ ഒന്ന് സൈഡാക്കി തണുപ്പത്തിട്ട് കഴിഞ്ഞാൽ സെറ്റാണ്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ. എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാണ്ട് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. ഓക്കെ ഗായ്സ്, ബൈ.